പാകിസ്ഥാനിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ്റെ ഈ റിപ്പോർട്ട് കേട്ട് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം നടന്നിരിക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം നടന്നപ്പോൾ സർക്കാർ അതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾ ഉയർത്തും. അങ്ങനൊരു ചോദ്യം ഉയർന്നു. ഇപ്പോഴിതാ ആ ചോദ്യത്തിന് പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ നൽകിയിരിക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഈ ഫ്ലഡിൽ 100ഓളം ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയും ധാരാളം ആൾക്കാർ അവിടെ ദുരിതത്തിലാവുകയും ചെയ്തു, ധാരാളം മരണം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം ഇത് ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷേ സംഭവം നടന്നില്ല. ഇപ്പോഴിതാ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ അതിനെ പ്രതിരോധിക്കുന്ന വിധം ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ, പീപ്പിൾ ഡ്രൗണിങ് ഇൻ ഫ്ലഡ്സ് ഷുഡ് ബി പ്രൊട്ടസ്റ്റ്, ദേ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു അള്ളാ. അതായത് ഷുഡിൻ പ്രൊട്ടസ്റ്റ്, അതായത് പാകിസ്ഥാനിൽ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ജനങ്ങൾ പ്രതിഷേധിക്കരുത് എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പോരാത്തതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം. എന്തിനാണെന്നല്ലേ ഈ ഒരു ഫ്ലഡ് അവർക്ക് നൽകിയതിന്. ടേക്ക് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്, അതായത് ഈ ഫ്ലഡ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി കാണണം. എന്നിട്ട് സ്റ്റോർ ദ ഫ്ലഡ് വാട്ടർ ഇൻ ടബ്സ് ആൻഡ് ബക്കറ്റ്സ് അറ്റ് ഹോം. ഈ ഫ്ലഡ് വാട്ടർ ടബ്ബുകളിലും ബക്കറ്റുകളിലും എടുത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശേഖരിച്ച് വയ്ക്കണം. അങ്ങനെ ശേഖരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ജലത്തിൻ്റെ ക്ഷാമം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ട്രോളാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് ട്രോളല്ല. ഇത് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ യഥാർത്ഥത്തിൽ ഒരു ചാനലിൽ കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.